നിങ്ങൾക്കറിയാമോ, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ മായ്ച്ചു കളയാനാകാത്ത വിധം രക്തവും കണ്ണീരും കലർന്ന ചില അധ്യായങ്ങളുണ്ടെന്ന്. അതിലൊന്നാണ് 1958 കേരളത്തെ മുഴുവൻ നടുക്കിയ ഫോളിഡോൾ ദുരന്തം. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ കേട്ടുകേഴ്വി മാത്രമുള്ള, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചുകളിൽ ലഭിക്കുന്ന ഒരു പഴയ വാർത്ത മാത്രമായിരിക്കാം ഇത്. എന്നാൽ അന്ന് ജീവിച്ചിരുന്നവരുടെ മനസ്സിൽ ഈ സംഭവം ഇന്നും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നു. വിശപ്പും ദാരിദ്ര്യവും കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തിനായി നീട്ടിയ കൈകളിലേക്ക് മരണമെത്തിയ ആ ദാരുണ സംഭവം കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിലെയും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളിലെയും നിർണായകമായ വഴിത്തിരിവായിരുന്നു. ആ ദുരന്തത്തിന്റെ നാൾ വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇക്കുറി നമ്മൾ നടത്തുന്നത്. 1950കളുടെ അന്ത്യത്തിൽ കേരളം ഇന്നത്തെ പോലെ സമൃദ്ധമായിരുന്നില്ല. സംസ്ഥാനം രൂപീകൃതമായിട്ട് തന്നെ അധിക കാലവും ആയിട്ടില്ല. റേഡിയോയും ടെലിഫോണും എല്ലാം ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അപ്രാപ്യമായ ആഡംബരങ്ങൾ മാത്രമായിരുന്നു. വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങൾ, ചാണകം മെഴുകിയ തറകളും ഓലമേഞ്ഞ പുരകളും, യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയായിരുന്നു അന്നത്തെ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ച. എന്നാൽ അതിനേക്കാളേറെ ജനങ്ങളെ വലച്ചിരുന്നത് രൂക്ഷമായ ഭക്ഷ്യക്ഷാമമായിരുന്നു. അരി എന്നത് ഒരു സ്വപ്നതുല്യമായ വസ്തുവായി മാറിയ കാലം. കപ്പയും കാച്ചിലും പുഴുങ്ങിയത് കഴിച്ച് വിശപ്പടക്കിയാണ് സാധാരണക്കാർ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കായി കേരളം അന്യസംസ്ഥാനങ്ങളെയും ഇറക്കുമതികളെയും ആശ്രയിച്ചിരുന്ന കാലം. ദാരിദ്ര്യം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഭാവിയിലെങ്കിലും സമൃദ്ധി ഉണ്ടാകുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ആ മാറ്റത്തിന് പിന്നിൽ. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. 1958 ഏപ്രിൽ മാസം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന ഗ്രാമം ഉണർന്നത് അപരിചിതമായ ഒരു ഇരമ്പൽ കേട്ടുകൊണ്ടാണ്. ഗ്രാമത്തിലെ ചെമ്മൺ പാതകളിലൂടെ പൊടി പറത്തിക്കൊണ്ട് പട്ടാള ട്രക്കുകൾ പാഞ്ഞു പോയപ്പോൾ അത് നാട്ടുകാർക്ക് വലിയൊരു കൗതുക കാഴ്ചയായി. കായൽക്കരയിലെ ക്ഷേത്ര മൈതാനത്ത് ടെന്റുകളടിച്ച് അവർ താവളമുറപ്പിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സാധാരണക്കാരെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ലോക് സഹായക് സേനയുടെ ക്യാമ്പായിരുന്നു അത്. 525ഓളം യുവാക്കൾ അവിടെ പരിശീലനത്തിനായി എത്തിയിരുന്നു. മദ്രാസ് റെജിമെന്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു അവർക്ക് പരിശീലനം നൽകിയിരുന്നത്. ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടാള ക്യാമ്പ് ഒരു അത്ഭുതമായിരുന്നു. എന്നും വൈകുന്നേരങ്ങളിൽ വേലിക്ക് പുറത്ത് കുട്ടികളും മുതിർന്നവരും തടിച്ചുകൂടി. പട്ടാളക്കാരുടെ അച്ചടക്കവും കവാത്തും അവർ കൗതുകത്തോടെ നോക്കി നിന്നു. അക്കാലത്ത് പട്ടാളക്കാരുടെ ഭക്ഷണ രീതികളും നാട്ടുകാർക്ക് പുതുമയുള്ളതായിരുന്നു. ആട്ടിൻ സൂപ്പും റൊട്ടിയുമൊക്കെ കഴിക്കുന്ന പട്ടാളക്കാരെ നോക്കി വിശന്ന വയറുമായി നിൽക്കുന്ന കുട്ടികൾ കൊതിയോടെ നോക്കി നിൽക്കുക പതിവായിരുന്നു. ആ നിഷ്കളങ്കമായ നോട്ടങ്ങൾ ഒടുവിൽ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഏപ്രിൽ 29 പതിവ് പോലെ ശാസ്താംകോട്ടയിൽ നേരം വെളുത്തു. ക്യാമ്പിലെ ട്രെയിനികൾ പ്രഭാത വ്യായാമങ്ങൾ പൂർത്തിയാക്കി പ്രാതലിനായി വരി നിന്നു. അന്ന് മെനുവിലുണ്ടായിരുന്നത് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു. ഇന്നത്തെ കാലത്ത് പൂരി എന്നത് സാധാരണമായ ഒരു വിഭവമാണെങ്കിലും അന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ അത് അപൂർവമായ ഒരു വിരുന്നായിരുന്നു. ഉത്തരേന്ത്യൻ വിഭവമായ പൂരി എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന്റെ മണം ക്യാമ്പിന് പുറത്തേക്കും പരന്നു. വേലിക്ക് പുറത്ത് പതിവ് പോലെ കുട്ടികളും നാട്ടുകാരും അത് നോക്കി നിന്നു. ഭക്ഷണം വിളമ്പി തുടങ്ങിയപ്പോൾ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. പൂരിക്ക് വല്ലാത്തൊരു കയ്പുരസം അനുഭവപ്പെടുന്നതായി ട്രെയിനികൾ പരാതിപ്പെട്ടു. പലരും ഭക്ഷണം കഴിക്കാൻ മടിച്ചു. ചിലർ അത് തുപ്പിക്കളഞ്ഞു. ഇത് കണ്ട ക്യാമ്പ് കമാൻഡർ ജമാദാർ രാജമാണിക്യം മുന്നോട്ട് വരികയും ഭക്ഷണം പാഴാക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സംശയം മാറ്റാനായി അദ്ദേഹം തന്നെ ഒരു പൂരി എടുത്തു കഴിച്ചു. രുചിയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെന്നും ധൈര്യമായി കഴിക്കാമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മേലുദ്യോഗസ്ഥന്റെ ആജ്ഞയനുസരിച്ച് ട്രെയിനികൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ നിമിഷങ്ങൾക്കകം കാര്യങ്ങൾ കൈവിട്ടുപോയി. ഭക്ഷണം കഴിച്ചവർ തൊണ്ടയിൽ വിങ്ങലും കടുത്ത വയറുവേദനയും കൊണ്ട് പുളയാൻ തുടങ്ങി. പലരും ഛർദ്ദിച്ചുകൊണ്ട് നിലത്ത് വീണു. വായിൽ നിന്ന് നുരയും പതയും വന്ന് അവർ ബോധരഹിതരായി. ധൈര്യമായി ഭക്ഷണം കഴിച്ച ജമാദാർ രാജമാണിക്യമടക്കം കുഴഞ്ഞു വീണു. ക്യാമ്പാകെ ബഹളമായി. ഇതിനിടയിൽ പുറത്തുനിന്ന കുട്ടികൾ വേലി ചാടിക്കിടന്ന് ബാക്കി വന്ന പൂരിയും കറിയും പാത്രങ്ങളിൽ വാരി നിറച്ച് വീടുകളിലേക്ക് ഓടിയിരുന്നു. പട്ടിണി മാറ്റാൻ കിട്ടിയ അസുലഭ അവസരമായി കണ്ട ആ പാവം കുട്ടികൾക്കറിയില്ലായിരുന്നു തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സ്വന്തം മരണത്തെയാണെന്ന്. നിമിഷങ്ങൾക്കുള്ളിൽ ശാസ്താംകോട്ട ഒരു ശ്മശാന ഭൂമിക്ക് തുല്യമായി മാറി. ക്യാമ്പിൽ നിന്ന് മാത്രമല്ല, ഗ്രാമങ്ങളിലെ വീടുകളിൽ നിന്നും കൂട്ടം നിലവിളികൾ ഉയർന്നു. പൂരി കഴിച്ച കുട്ടികളും അത് പങ്കിട്ട് കഴിച്ച വീട്ടുകാരും ഗുരുതരാവസ്ഥയിലായി. ഇന്നത്തെ പോലെ ശാസ്താംകോട്ടയിൽ വലിയ ആശുപത്രികളൊന്നുമില്ലാത്ത കാലം. പുറത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങളില്ലാതെ ജനം നെട്ടോട്ടമോടി.
കിട്ടിയ വാഹനങ്ങളിൽ രോഗികളെ കുത്തിനിറച്ച് ആശുപത്രികളിലേക്ക് പാഞ്ഞു. പൂരിയുടെ അവശിഷ്ടങ്ങൾ കഴിച്ച കാക്കയും കുരങ്ങുകളുമെല്ലാം മരങ്ങളിൽ നിന്ന് ചത്തു വീഴാൻ തുടങ്ങിയതോടെയാണ് ഇതൊരു സാധാരണ ഭക്ഷ്യവിഷബാധയല്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. ഈ ദുരന്തത്തിൽ 41 ട്രെയിനികളും 2 പട്ടാള ഉദ്യോഗസ്ഥരും ക്യാമ്പിലെ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. അതിലേറെ വേദനിപ്പിക്കുന്നതായിരുന്നു 19 നാട്ടുകാരുടെ മരണം. അതിൽ ഭൂരിഭാഗവും പട്ടിണി മാറ്റാൻ പൂരി തിന്ന പിഞ്ചു കുട്ടികളായിരുന്നു. മരിച്ചവരിൽ ജാമാതാർ രാജമാണിക്യവും ഉണ്ടായിരുന്നു എന്നത് വിധിയുടെ മറ്റൊരു ക്രൂരതയായി. ശാസ്താംകോട്ടയിൽ മരണം താണ്ഡവമാടുമ്പോൾ തിരുവനന്തപുരത്തെ കരമനയിലും സമാനമായ രംഗങ്ങൾ അരങ്ങേറുകയായിരുന്നു. അവിടെയുള്ള ഒരു പ്രമുഖ ചായക്കടയിൽ നിന്ന് പലഹാരം കഴിച്ചവർ കുഴഞ്ഞു വീണു. എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ വീടുകളിൽ ഉണ്ടാക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാർ അന്ന് ചായക്കടകളെയാണ് ആശ്രയിച്ചിരുന്നത്. അന്ന് അവിടെ വിറ്റ പഴംപൊരിയും മോദകവും കഴിച്ചവർ ഗുരുതരാവസ്ഥയിലായി. വൈകുന്നേരത്തോടെ കടയ്ക്ക് മുന്നിൽ തന്നെ ആളുകൾ ഛർദ്ദിച്ച് വീഴുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ശാസ്താംകോട്ടയെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് മരണസംഖ്യ കുറവായിരുന്നു. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ സാമീപ്യവും വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കാൻ സഹായിച്ചു. എങ്കിലും ഒരേ ദിവസം 2 സ്ഥലങ്ങളിൽ നടന്ന ഈ സംഭവം നാടിനെയാകെ ഭീതിയിലാഴ്ത്തി. ഒരേ ദിവസം കേരളത്തിന്റെ ഒരറ്റത്തും തലസ്ഥാനത്തും നടന്ന ഈ ദുരന്തങ്ങൾ യാദൃശ്ചികമല്ലെന്ന് അധികൃതർക്ക് മനസ്സിലായി. വിഷബാധയുടെ വാർത്ത ഡൽഹിയിൽ വരെ എത്തി. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി VK കൃഷ്ണമേനോൻ ഉടൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കേരള സർക്കാരും വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സമിതിയെ നിയോഗിച്ചു. മരിച്ചവരുടെ ആന്തരിക അവയവങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. പാരത്തിയോൺ എന്ന അതിമാരകമായ കീടനാശിനിയുടെ സാന്നിധ്യമാണ് മരണകാരണം. ഓർഗാനോ ഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെടുന്ന ഈ വിഷം നാഡീവ്യൂഹത്തെ തളർത്തുകയും ശ്വസന പ്രക്രിയ തടസ്സപ്പെടുത്തി മരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്ങനെയാണ് ഭക്ഷണത്തിൽ കീടനാശിനി കലർന്നത്? അന്വേഷണം ചെന്നെത്തിയത് കൊച്ചി തുറമുഖത്തേക്കാണ്. വിഷബാധയുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിച്ചിരുന്നത് കൊച്ചിയിൽ നിന്ന് വിതരണം ചെയ്ത മൈദ, ആട്ട, പഞ്ചസാര, റവ തുടങ്ങിയവയിൽ നിന്നായിരുന്നു. ഇവയെല്ലാം എത്തിയത് ബോംബെയിൽ നിന്നും വന്ന SS ജയ്ഹിന്ദ് എന്ന കപ്പലിലായിരുന്നു. ബോംബെയിൽ നിന്നും 1958 മാർച്ച് 27 പുറപ്പെട്ട SS ജയ്ഹിന്ദ് എന്ന ചരക്ക് കപ്പലായിരുന്നു യഥാർത്ഥ വില്ലൻ. ഈ കപ്പലിൽ ഭക്ഷ്യധാന്യങ്ങൾക്കൊപ്പം ബെയർ കമ്പനിയുടെ ഫോളിഡോൾ, അതായത് പാരത്തിയോൺ എന്ന കീടനാശിനിയും കയറ്റിയിരുന്നു. കാർഷിക ആവശ്യങ്ങൾക്കായി 46.7% വീര്യമുള്ള ലായനിയായാണ് ഇത് കൊണ്ടുവന്നത്. എന്നാൽ കസ്റ്റംസ് തീരുവ ലാഭിക്കുന്നതിനായി അപകടകരമായ രാസവസ്തു എന്ന ലേബൽ ഒഴിവാക്കി സാധാരണ സാധനങ്ങൾ എന്ന വ്യാജേന പ്ലാസ്റ്റിക് ക്യാനുകളിലാണ് ഇവ കയറ്റിയത്. കപ്പലിലെ ചരക്ക് സൂക്ഷിക്കുന്ന അറകളിൽ താഴെ ഭക്ഷ്യധാന്യങ്ങളുടെ ചാക്കുകളും തൊട്ടുമുകളിലായി ഫോളിഡോൾ അടങ്ങിയ പീഞ്ഞ പെട്ടികളുമാണ് അടുക്കിയിരുന്നത്. യാത്രക്കിടയിലെ തിരയിളക്കത്തിൽ പ്ലാസ്റ്റിക് ക്യാനുകൾ തകരുകയും അതിലുണ്ടായിരുന്ന മാരക വിഷം താഴെയുണ്ടായിരുന്ന മൈദ, പഞ്ചസാര, റവ ചാക്കുകളിലേക്ക് കിനിഞ്ഞിറങ്ങുകയും ചെയ്തു. വിഷം കലർന്ന ചാക്കുകൾ ഏതെന്ന് തിരിച്ചറിയാനാകാതെ കപ്പൽ കൊച്ചിയിലെത്തിയപ്പോൾ തൊഴിലാളികൾ അതെല്ലാം ഇറക്കി ഗോഡൌണുകളിലേക്ക് മാറ്റി. അവിടെ നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ വിഷഭക്ഷണം വിതരണം ചെയ്യപ്പെട്ടു. നനവ് കണ്ട ചാക്കുകൾ പോലും കാര്യമാക്കാതെ വിറ്റഴിച്ച വിതരണക്കാരുടെ അശ്രദ്ധ 100 കണക്കിന് ജീവനുകളാണ് കവർന്നെടുത്തത്. ശാസ്താംകോട്ട ദുരന്തം നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അപായ സൂചനകൾ ലഭിച്ചിരുന്നു എന്നത് വേദനിപ്പിക്കുന്ന സത്യമാണ്. എറണാകുളം ജില്ലയിലെ വടക്കേക്കരയിൽ ഒരു ബേക്കറിയിൽ നിന്ന് ബ്രെഡ് കഴിച്ച 10 പേർ മരിച്ചിരുന്നു. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളായിരുന്നു. അന്നത് പുതിയ തരം കോളറയാണോ അജ്ഞാത രോഗമാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. കടയുടമ ഒളിവിലായതിനാൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. തൃശ്ശൂരിലും സമാനമായ സംഭവങ്ങൾ നടന്നു. കൊരട്ടിക്കരയിൽ റവ കുറുക്കിക്കൊടുത്ത 3 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചതും അയൽപക്കത്തെ കുടുംബം മുഴുവൻ ഉപ്പുമാവ് കഴിച്ചു മരിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു. മുരുക്കുംപുഴയിൽ സേമിയ പായസം കഴിച്ച് 66 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. അവിടെയും 7 കുട്ടികൾ മരിച്ചു. ഈ സംഭവങ്ങളെയെല്ലാം ഒറ്റപ്പെട്ട ഛർദിയായോ വയറിളക്കമായോ കണ്ട് അവഗണിച്ചതാണ് ശാസ്താംകോട്ടയിലെ കൂട്ടമരണത്തിന് വഴിവെച്ചത്. ശാസ്താംകോട്ടയിലെ സംഭവം ഒരു വലിയ പട്ടാള ക്യാമ്പിൽ നടന്നതുകൊണ്ടും ഒരേ സമയം നിരവധി പേർ മരിച്ചതുകൊണ്ടും മാത്രമാണ് അധികൃതരുടെ കണ്ണു തുറന്നത്. ഫോളിഡോൾ ദുരന്തത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 108 പേർ മരിക്കുകയും 400-ലധികം പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ ഈ ഭക്ഷ്യവിഷബാധ രാജ്യമൊട്ടാകെ ചർച്ചയായി. മനുഷ്യജീവന് ഇത്രയും വില കൽപ്പിക്കാതിരുന്ന അശ്രദ്ധയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു. ഈ ദുരന്തമാണ് ഇന്ത്യയിൽ കീടനാശിനികളുടെ നിർമ്മാണം, വിതരണം, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തമായ നിയമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിനെ ചിന്തിപ്പിച്ചത്. അതിന്റെ ഫലമായി 1968 കേന്ദ്ര സർക്കാർ ഇൻസെക്ടിസൈഡ്സ് ആക്ട് പാസാക്കി.
കീടനാശിനികൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിബന്ധനകൾ ഈ നിയമത്തിലൂടെ നിലവിൽ വന്നു. വിഷവസ്തുക്കൾ ഭക്ഷ്യധാന്യങ്ങൾക്കൊപ്പം സൂക്ഷിക്കാനോ കടത്താനോ പാടില്ലെന്നും അവയ്ക്ക് പ്രത്യേക ലേബലിംഗും പാക്കേജിംഗും വേണമെന്നും നിയമം അനുശാസിക്കുന്നു. സെൻട്രൽ ഇൻസെക്ടിസൈഡ്സ് ബോർഡിന്റെ രൂപീകരണത്തിനും ഇത് കാരണമായി. അന്നത്തെ ആ ദുരന്തം നടന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു. എങ്കിലും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും രാസവസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചും ഇന്നും നാം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അന്ന് അറിവില്ലായ്മയും ദാരിദ്ര്യവുമാണ് വില്ലനായതെങ്കിൽ ഇന്ന് ലാഭക്കൊതിയാണ് പലപ്പോഴും ഭക്ഷ്യവിഷബാധകൾക്ക് കാരണമാകുന്നത്. ശാസ്താംകോട്ടയിലെ ആ മൈതാനത്ത് ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടി ഒടുവിൽ വിഷം കഴിച്ച് മരിച്ചു വീണ ആ കുരുന്നുകളുടെ ഓർമ്മകൾ നമുക്കൊരു പാഠമാണ്. ജാഗ്രത കുറവ് കൊണ്ട് നഷ്ടപ്പെടുന്ന ഓരോ ജീവനും സമൂഹത്തിന്റെ കനത്ത പരാജയമാണെന്ന സത്യം ആ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നത്തെ കണ്ണീരിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് പിൽക്കാലത്ത് പല ദുരന്തങ്ങളും ഒഴിവാക്കാൻ നമ്മെ പ്രാപ്തരാക്കിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്താളുകളിൽ ഫോളിലോഡ് ദുരന്തം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ഒരിക്കലും ആവർത്തിക്കരുതെന്ന് നാം ആഗ്രഹിക്കുന്ന ഒരു കറുത്ത അധ്യായമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.